വൈറ്റ് ബോർഡ്സിലേക്ക് സ്വാഗതം. മിഷൻ ഇമ്പോസിബിൾ എന്ന ഘടാഘടിയൻ സിനിമയിലൂടെ ഒരു അനിമേഷൻ സിനിമ തിയേറ്ററിൽ റിലീസാവുന്നു. രണ്ടും ഏതാണ്ട് ഒരേ ദിവസം തിയേറ്ററിൽ റിലീസാവുന്നു. മിഷൻ ഇമ്പോസിബിൾ നേടുന്നതിനേക്കാൾ ഇരട്ടി കളക്ഷൻ ലോക ബോക്സ് ഓഫീസിൽ ഈ ചിത്രം നേടുന്നു. അങ്ങനെ ഒരു ചിത്രത്തിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ചിത്രത്തിൻ്റെ പേര് ലൈലോ ആൻഡ് സ്റ്റിച്ച് എന്നാണ്. ഈ ചിത്രത്തിൻ്റെ ഒരു വൺ ലൈനിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഇൻ്റർ ഗലാക്റ്റിക് യൂണിവേഴ്സ്, ഭൂമിയിൽ നിന്നും ഒത്തിരി പ്രകാശ വർഷങ്ങളകലെയുള്ള ഒരു യൂണിവേഴ്സ്, ലൈവ് ആക്ഷൻ അനിമേഷനാണ്. ആ യൂണിവേഴ്സിൽ അവരുടെ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നു. അതിൻ്റെ എക്സ്പെരിമെൻ്റായിട്ട് അവർക്ക് ഉണ്ടാകുന്ന ഒരു ബൈ പ്രോഡക്റ്റാണ് 626 എന്ന് പറയുന്ന ഒരു ജീവി. ഭയങ്കര നശീകരണ സ്വഭാവമുള്ളൊരു ജീവിയാണ്. അപ്പോൾ ഈ ജീവിയെ അവർ വലിയ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം നാട് കടത്താൻ തീരുമാനിക്കുന്നു. അങ്ങനെ നാട് കടത്തുന്നത് നമ്മുടെ ഭൂമിയിലോട്ടാണ്. അങ്ങനെ ഭൂമിയിൽ ഈ 626 എത്തുന്നു. 626 പിന്നീട് സ്റ്റിച്ചായി മാറുന്നു. അപ്പോൾ ഈ സ്റ്റിച്ച് എന്ന് പറയുന്ന ഒരു കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു പട്ടിയെ പോലെ ഇരിക്കും, നീല കളർ. അപ്പോൾ ഈ സ്റ്റിച്ചിന് ആ നാട്ടിലുള്ള ലൈലോ എന്ന് പറയുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകുന്നു. പിന്നീട് ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് കഥയുടെ ഒരു ക്രക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്നുള്ള നിലയിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഗംഭീരമായിട്ട് ഫസ്റ്റ് ഹാഫും ഗംഭീരമായിട്ട് സെക്കൻഡ് ഹാഫുമാണ്. കാര്യം എല്ലാ ഓഡിയൻസിനെയും എൻഗേജ് ചെയ്യുന്ന രീതിയിൽ സിനിമ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കഥയും കഥാഖ്യാനും എല്ലാം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അഡൾട്ട്സ് ആണെങ്കിൽ പോലും അതിൽ കാണിക്കുന്ന ഓരോ ക്യാരക്ടറുമായിട്ട് നമ്മൾ കണക്റ്റ് ആവും. നമുക്ക് അവരുടെ ഇമോഷൻസ് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ വളരെ നല്ല റൈറ്റിങ്ങും നല്ല ഒരു ക്രാഫ്റ്റ്മാൻഷിപ്പും ഈ സിനിമയ്ക്ക് പുറകിലുണ്ട്. ഇതിൻ്റെ ലീഡ് ആക്ടേഴ്സായിട്ട് വന്നിരിക്കുന്ന എല്ലാ ആൾക്കാരും നല്ല പെർഫോമൻസാണ്. ക്രിസ് ആൻഡേഴ്സ് ആണ് ഇതിൽ സ്റ്റിച്ചായിട്ട് വരുന്നത്. പിന്നെ ലൈലോ ആയിട്ട് വരുന്നൊരു പുതിയ ആക്ട്രസ്സാണ്. എന്തും മനോഹരമായിട്ടാണ് ആ കൊച്ചുകുട്ടി ആ റോള് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും നല്ലൊരു ഒരു ഫൺ മൂവിയാണ്. അതായത് ഓസ്കാറിനൊന്നും പോകുന്ന അനിമേഷൻ പടമൊന്നുമല്ല. പക്ഷേ നമുക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഭയങ്കര കുളിർമ തോന്നുന്ന, നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരു സ്റ്റോറിയും എക്സിക്യൂഷനും ഒക്കെയാണ്. കുട്ടികൾക്കൊക്കെ കാണാൻ ഗംഭീര സിനിമയാണ്. ഒരു വൾഗർ സീനും ഒന്നും തന്നെയില്ല. നല്ല സിനിമയാണ്. അപ്പോൾ നിങ്ങൾ കുട്ടികളെ കൊണ്ട് ഏതെങ്കിലും ഒരു സിനിമ ഈ വീക്കെൻഡ് കാണണം എന്നുണ്ടെങ്കിൽ ലൈലോ ആൻഡ് സ്റ്റിച്ച് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ചോയ്സാണ്. ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് നിങ്ങൾക്ക് ആ ചിത്രത്തിനെ കയറാം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. അതുപോലെ അഡൾട്ട്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ കൂടിയും ഇത് അനിമേഷനാണ്, ഇത് കൊച്ചുകുട്ടികളുടെ സിനിമയാണ്, അങ്ങനെ കാണാതെ ചുമ്മാ ഒന്ന് കണ്ടു നോക്കുക. നമ്മളെ സ്പർശിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് എവിടെയൊക്കെയോ ആഗ്രഹം തോന്നുന്ന തരത്തിലുള്ള പല മൊമെൻറ്റ്സും കഥാപാത്രങ്ങളും എല്ലാം ഈ സിനിമയിൽ ഉണ്ട്. മിഷൻ ഇമ്പോസിബിൾ സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ ശരിക്കും വിചാരിച്ചിരുന്നു ഈ സിനിമ എന്താണ് ഇത്ര വലിയ കളക്ഷൻ, ഇത്ര വലിയ പോപ്പുലാരിറ്റി എന്നൊക്കെ. പക്ഷേ അത് വർത്താണ്. കാര്യം ഒരുപക്ഷെ മിഷൻ ഇമ്പോസിബിൾ കണക്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഓഡിയൻസിനോട് ഈ സിനിമ സംവദിക്കുന്നുണ്ട്. ലൈലോ ആൻഡ് സ്റ്റിച്ച് എന്ന് പറയുന്ന സിനിമ സംവദിക്കുന്നുണ്ട്. അവരുടെ ഒരു മെൻ്റൽ ഇമോഷൻസുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ സിനിമയുടെ ഒരു സക്സസ് റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും സിനിമ കാണാൻ ശ്രമിക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ പറ്റിയുള്ള നിർദ്ദേശങ്ങളും ദയവായി കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.